സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഈ പ്രായത്തിൽ എനിക്ക് നടക്കാൻ പറ്റാതായി പോയി എന്നുള്ള വിഷമത്തിലൊക്കെയാണ് വന്നത്. എൻ്റെ ഇളയ ആളായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ കാലേ തൊട്ട് എനിക്ക് ഭരണിക്കാവ് വൈദ്യധർമ്മ ചികിത്സാലയം ആയുർവേദത്തിന്റെ മഹത്തായൊരു സെന്ററാണ് എന്ന് അവിടെ ചെന്നപ്പോൾ എനിക്ക് ബോധ്യമായി. അസ്വാസ്ഥ്യവും അതുപോലെ അവശതയും വളരെയേറെ വർദ്ധിച്ച സാഹചര്യത്തിൽ മറ്റൊരു മാർഗവുമില്ലാതെ ചികിത്സ തേടേണ്ടി വന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ വൈദ്യധർമ്മയിലെത്തുന്നത്. എനിക്ക് ഭരണിക്കാവ് വൈദ്യധർമ്മ ചികിത്സാലയം ആയുർവേദത്തിന്റെ മഹത്തായൊരു സെന്ററാണ് എന്ന് അവിടെ ചെന്നപ്പോൾ എനിക്ക് ബോധ്യമായി. ഞാൻ അവിടെ ആദ്യം പോകുന്നത് എൻ്റെ ഒരു സഹോദര സുഹൃത്താണ് KDF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള P. രാമോദരൻ. അതേപോലെ കേരള സ്റ്റേറ്റ് ആർട്ടിസൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനാണ്. അദ്ദേഹത്തെ കാണാനാണ് ആദ്യം ചെല്ലുന്നത്. ചെന്നപ്പോഴാണ് അവിടുത്തെ സൗകര്യങ്ങൾ കണ്ട് ടൗണിന്റെ മധ്യത്തിലാണെങ്കിലും വളരെ നമുക്ക് ഹൃദയത്തിന് വലിയ ആശ്വാസം നൽകുന്ന, ശാന്തി നൽകുന്ന അന്തരീക്ഷമാണ്. പിന്നെ വളരെ ചാർജ് കുറവാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഡോക്ടർ അജിത്ത് ഒരു നല്ല ഒരു ആയുർവേദ ചികിത്സകൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സമീപനമായാലും അദ്ദേഹത്തിന്റെ നൈപുണ്യമൊക്കെ അതെനിക്ക് കാണാൻ കഴിഞ്ഞു. പിന്നെ സോറിയാസിസ് വന്ന എൻ്റെ വളരെ ക്രോണിക്കായിട്ടുള്ള സോറിയാസിസ് ബാധിച്ച എൻ്റെ ഒരു സുഹൃത്ത്, അതായത് എൻ്റെ പ്രവർത്തകനായി കുറേ കാലം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ അവിടെ ചികിത്സയ്ക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹം സമ്പൂർണ്ണമായിട്ടത് മാറിപ്പോയി. അത് കാണാൻ കഴിഞ്ഞു. പിന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളെയും എൻ്റെ സഹപ്രവർത്തകരെയൊക്കെ അവിടെ ചികിത്സയ്ക്കായിട്ട് വിടുന്നുണ്ട്. വലിയ പ്രത്യാശ പകരുന്നൊരു സംരംഭമാണ്. ആയുർവേദത്തിൻ്റെ എല്ലാ അമൂല്യമായ ആ സിദ്ധികളും നമ്മുടെ ഡോക്ടർ അജിത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ പ്രയോഗിക്കപ്പെടുന്നു. മനുഷ്യനെ നല്ല ആരോഗ്യവാനാക്കുന്നു. അത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. ഞാനിവിടെ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഞാൻ എൻ്റെ സകല പ്രവർത്തനത്തിന് വേണ്ടി യാത്ര ചെയ്തപ്പോൾ ഈ ഭരണിക്കാവ് പ്രദേശത്ത് ഒരു ദിവസം വരേണ്ടി വന്നു. ഇവിടെ എത്തുന്നതിൻ്റെ തലേദിവസവും എനിക്ക് അസഹ്യമായിട്ടുള്ള നടുവേദന ഉണ്ടായിരുന്നു. പക്ഷേ പരിപാടികൾ അതിൻ്റെ പേരിൽ റദ്ദ് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ഈ പരിസര പ്രദേശത്താണ് എത്തിയത്. ഒട്ടും മുന്നോട്ടേക്ക് യാത്ര ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിൽ അസ്വാസ്ഥ്യവും അതുപോലെ അവശതയും വളരെയേറെ വർദ്ധിച്ച സാഹചര്യത്തിൽ മറ്റൊരു മാർഗവുമില്ലാതെ ചികിത്സ തേടേണ്ടി വന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ വൈദ്യധർമ്മയിലെത്തുന്നത്. അന്ന് ഞങ്ങൾ തമ്മിൽ പരിചയമില്ല, പക്ഷെ പരിചയപ്പെട്ടപ്പോൾ തന്നെ എൻ്റെ കുറേ അസുഖം മാറി. കാരണം അദ്ദേഹം വളരെ പുഞ്ചിരിച്ചുകൊണ്ട്, ഞാൻ വലിയ ആനക്കാര്യമായിട്ടാണ് എൻ്റെ അസുഖം പറഞ്ഞത്, പക്ഷെ അദ്ദേഹം ചിരിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് എൻ്റെ അസുഖം കുറേയൊക്കെ അങ്ങനെ തന്നെ അങ്ങ് മാറി. ഞാൻ വിചാരിച്ചു ഇതൊരു വലിയ കുഴപ്പം പിടിച്ച കേസാണ്, ഇത് അങ്ങനെ ചെയ്യേണ്ടി വരും, ഇങ്ങനെ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. അദ്ദേഹം വളരെ സൗമനസ്യത്തോടെ, സ്നേഹത്തോടെ, പുഞ്ചിരിയോടെ എൻ്റെ രോഗവിവരങ്ങളെല്ലാം കേട്ട്, അതിനെന്താ നമുക്കിവിടെ കിടക്കാമല്ലോ, കുറച്ച് ദിവസം ഇവിടെ ചികിത്സിക്കേണ്ടി വരും, പരിപാടികളൊക്കെ ഒന്ന് റദ്ദ് ചെയ്യേണ്ടി വരും എന്നൊക്കെ വളരെ അങ്ങേയറ്റം അത്ര ഗൗരവപൂർവ്വമല്ലാതെ എന്നാൽ സ്നേഹബുദ്ധിയ എന്നോട് പറഞ്ഞു. ഞാനിവിടെ അങ്ങനെ ചികിത്സ നടത്തി എനിക്ക് സുഖമായി ഞാൻ ഇവിടുന്ന് പോവുകയാണ് ചെയ്തത്. എനിക്ക് കുറേ നാളുകൊണ്ട് വർഷങ്ങളായിട്ട് നടുവേദനയായിരുന്നു. എല്ലായിടത്തും കൊണ്ടുപോയി ചികിത്സിച്ച് ഒരു പ്രയോജനവും ഇല്ലായിരുന്നു. ഒത്തിരി പൈസ പോയത് മാത്രം മിച്ചമായുള്ളായിരുന്നു. അങ്ങനെ കുറേ നാളായപ്പോൾ ഇവിടെ അവൻ വന്ന് മരുന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് ഇളിക്ക് താമറി, അങ്ങ് നടക്കാൻ പറ്റാത്ത, ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ ഇവിടുത്തെ വീൽചെയറിൽ പോലും എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അവരെങ്ങനെ ഇവിടെ എത്തിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടറും ഡോക്ടറും കൂടെ ട്രീറ്റ് ചെയ്ത് തനിയെ എഴുതിയിട്ട് ഇരിക്കാനും നടക്കാനും എനിക്ക് സാധിച്ചു. ഇപ്പോൾ എല്ലാം ഓക്കെയാണ്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് ചികിത്സ ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി. നല്ല ട്രീറ്റ്മെൻറ്റും എല്ലാവർക്കും ഡോക്ടറെ സത്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞ് എൻ്റെ ഇളയ ആളായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ കാലേ തൊട്ട് അത്രയ്ക്ക് എന്നുവെച്ചാൽ മനസ്സിൽ തട്ടി. എന്നുവെച്ചാൽ ഈ പ്രായത്തിൽ എനിക്ക് നടക്കാൻ പറ്റാതായി പോയി എന്നുള്ള വിഷമത്തിലൊക്കെയാണ് വന്നത്. അത് പെട്ടെന്ന് തന്നെ എനിക്ക് സാധിച്ചു തന്നു. ഞാൻ നടക്കുന്നുണ്ടല്ലേ, ഇപ്പം കൂനി ശരീരം മൊത്തം നീരായിരുന്നു. ആ നീരൊക്കെ അങ്ങ് ചൊട്ടി. ഇപ്പം എല്ലാവരും കണ്ടപ്പോൾ ചോദിക്കും എന്താ ക്ഷീണിച്ചിരിക്കുന്നത്, പക്ഷെ മൊത്തം നീരായിരുന്നുള്ള അവർക്ക് അറിയത്തില്ല. ഇപ്പം അതെല്ലാം മാറി. എനിക്കിപ്പം പെട്ടെന്നൊരു ബാഡ് പെയിനായിട്ട് ഇന്നലെ വന്നതാണ്. 2 ദിവസം എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, ഞാൻ റിലീഫായി. ഇപ്പം ഞാൻ പോവാണ്. അതിന് ഇതായി. എനിക്ക് ഈ സ്ഥാപനത്തെ പറ്റി അഭിമാനമുണ്ട്. ഇവിടെ കയറിയാലൊരു ഒരു പോലെ ഒരു ദൈവീക ചൈതന്യം ഇവിടെയുണ്ട്.